കേരളത്തിലും ഇന്ത്യയിലാകമാനം വലിയ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. ഘർ വാപ്പസി. ഏറ്റവും കൂടുതൽ ഈ ഘർ വാപ്പസി ടോപ്പിക്ക് വന്നിട്ടുള്ളത് ഈ ഛത്തീസ്ഗഡിലാണ്, പ്രത്യേകിച്ച് ആദിവാസികളുടെ ഇടയിൽ. ഇപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഈ ആദിവാസികൾ എന്ന് പറയുന്നത് ബേസിക്കലി അവർ ഹിന്ദുക്കളല്ല, അവർ ദ്രാവിഡിയൻ രീതിയിലുള്ള ജീവിതശൈലി, ഹിന്ദു ദേവീ ദേവതമാർക്ക് അവർക്കില്ല. അവർ ഹാർഡ് കോർ നോൺ വെജാണ്, ബീഫ് കഴിക്കുന്നവരാണ്, ബഫല്ലോ അല്ല ബീഫ് കഴിക്കുന്നവരാണ്. അപ്പം ഞാനിതിനെപ്പറ്റി പറഞ്ഞു. അപ്പോൾ എന്തുവാണ് ഈ ഘർ വാപ്പസി? അപ്പോൾ പല രീതിയിൽ പല ആഖ്യാനങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിനെപ്പറ്റി ഞാൻ ഡീപ്പായിട്ട് എന്തുകൊണ്ടാണ് ഈ ഘർ വാപ്പസി എന്ന് പറയുന്നത് ഇത്രയും ഇമ്പോർട്ടൻസ് ഉള്ളത്, എങ്ങനെയാണ് ഇത് നടക്കുന്നത്, ഇതിനെന്ത് ഇംപ്ലിക്കേഷൻ, അതായത് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചു, ഇതിനെപ്പറ്റി ഒരു നല്ല അന്വേഷണം നടത്തി പല പോക്കറ്റുകളിലും ആദിവാസി ഗ്രാമങ്ങളിൽ പോയിട്ട്. അപ്പോൾ ഞെട്ടിപ്പിച്ച സംഭവം എന്ന് പറയുന്നത് ഈ ബസ്തർ മേഖലയിൽ, ആദിവാസി മേഖലയിൽ നടക്കുന്ന ഈ ഘർ വാപ്പസി എന്ന് പറയുന്ന സംഭവം എൻ്റെ ഈ വീഡിയോ കേൾക്കുന്ന സംഘപരിവാറുകാരും ആർ എസ് എസിൻ്റെ ലീഡേഴ്സിനെ പറഞ്ഞ് മനസ്സിലാക്കണം, ഇവർ ഈ ചെയ്യുന്ന ഘർ വാപ്പസി തെറ്റാണ്, ഇതുകൊണ്ട് അവർക്ക് പ്രയോജനത്തെക്കാൾ ഉപരി അവർക്ക് വലിയ രീതിയിലുള്ള നെഗറ്റീവാണ് അവിടെ ഉണ്ടാകുന്നത്. അതവർ പറഞ്ഞു മനസ്സിലാക്കണം. കാരണം ഈ പൊട്ടന്മാർക്ക് മനസ്സിലായിട്ടില്ല അതിൻ്റെ പ്രശ്നം എന്തുവാന്ന്. അതായത് ബ്രാഹ്മണനായ ഒരാൾ അവിടെ ഇരിക്കുന്നു, അയാള് കാല് കഴുകുന്നു, അതൊരു ബേസിൻ വെച്ചിട്ട്. ഈ ക്രിസ്ത്യാനിയായ ആദിവാസിയെ കൊണ്ട് അയാളുടെ കാല് കഴിപ്പിക്കുന്നു, ആ കാല് കഴുകിയ വെള്ളം കുടിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾ നോക്ക്, മനസ്സിലാക്കുക. പല ആംഗിളിൽ ആ വീഡിയോ എടുത്തിട്ടുണ്ട്, പല വീഡിയോ ഉണ്ട്, എല്ലാ വീഡിയോ നിങ്ങൾ കാണുക. ഇതാണ് ഘർ വാപ്പസി. ആലോചിച്ച് നോക്കൊരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കെങ്ങനെ ഇത് സഹിക്കാൻ പറ്റും? അതായത് അപ്പർ കാസ്റ്റായ ബ്രാഹ്മണന്റെ കാല് കഴുകി വെള്ളം കുടിക്കുക, എന്നിട്ട് ആ വെള്ളം കുറച്ച് ദേഹത്തോട്ട് ഒഴിക്കുക, അവൻ ഹിന്ദുവായി. ഇതാണ് ഫ്ലോപ്പ് ഗെയിം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴേ നിങ്ങൾക്ക് ഈ യാഥാർത്ഥ്യം മനസ്സിലാവത്തുള്ളൂ, എന്തൊരു പൊട്ടത്തരം ഇമാരി കാണിക്കുന്നതെന്ന്. ഇതാണ് അതിൻ്റെ കാര്യം. പിന്നെ മറ്റൊരു സംഭവമുണ്ട്, അതായത് സംഘപരിവാർ പറയുന്ന കാര്യമുണ്ട്, ഈ ആദിവാസികൾക്കൊക്കെ പണം കൊടുത്തിട്ടാണ് ഇവർ ക്രിസ്ത്യൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ആദ്യം നിങ്ങൾ ശരിക്കും ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്യുക. പല ആൾക്കാർക്കും അവിടെ പോകാൻ താല്പര്യമുള്ളവർക്ക് എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അവിടെ ഉള്ളവരെ കണക്ട് ചെയ്ത് തരാം, നിങ്ങൾക്ക് അവിടെ ഈസി ആയിട്ട് വിസിറ്റ് ചെയ്യുക. ഈ ബസ്തർ മേഖലയിലുള്ള ആദിവാസികളിൽ ഒരു 90% സ്വന്തമായ ലാൻഡുണ്ട്. കേരളത്തിലെ ആദിവാസികളും കേരളത്തിലെ ദളിത് കമ്മ്യൂണിറ്റിയെ പോലെ അല്ല ഇവര്. ആദ്യം ഇത് തലയ്ക്കകത്ത് ഇടുക. ഇത് ആരോ നിങ്ങൾക്ക് ഡേറ്റ തെറ്റായിട്ട് തന്നതാണ്. കാരണം ആദിവാസി ട്രൈബൽ ലാൻഡാണ് ഇത് മുഴുവനും. ഈ പറയുന്ന പല അതായത് 90 മുതൽ 95% ആദിവാസി കുടുംബത്തിന് ലാൻഡുണ്ട്. അത് പട്ടയമുള്ളതുണ്ട്, പട്ടയം ഇല്ലാത്തതുണ്ട്. കാരണം മിനിമം ഇവർക്ക് എങ്ങനെ പോയാലും 2-2.5 ഏക്കർ അല്ലെങ്കിൽ 5 ഏക്കർ ലാൻഡ് ഇവരുടെ കയ്യിലുണ്ട്. ഇവർ നല്ല കൃഷിക്കാരാണ് ബേസിക്കലി, ഈ ബസ്തർ ട്രൈബൽസ് എന്ന് പറയുന്നവർ. അപ്പം ഇവർക്ക് ഈ നക്സലിസമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്, അത് കഴിഞ്ഞപ്പോഴും നേരത്തെ ഇവർ കൃഷിയൊന്നും കാര്യമായിട്ട് ചെയ്യത്തില്ല. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, കഴിക്കുന്നു, അവർ പിന്നെ അങ്ങ് കളയും. പക്ഷെ ക്രിസ്ത്യൻ മിഷൻ വർക്ക് ഈ ആൾക്കാർ കൺവേർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ ട്രൈബ്സ് ശരിക്കും കൃഷി ചെയ്യാൻ തുടങ്ങി. ഗവൺമെൻറ് സ്കീമിനെ പറ്റി ഈ പറയുന്ന ക്രിസ്ത്യൻ മിഷണറീസ് ഇവരെ പഠിപ്പിച്ചു കൊടുത്തു. അതായത് ട്രൈബ്സിന് ഇത്രമാത്രം സ്കീമുണ്ട്, അപ്പോൾ അവർക്ക് ആ സ്കീം അനുസരിച്ച് അവർക്ക് സബ്സിഡി ഉണ്ട്, അവർക്ക് ട്രാക്ടർ വാങ്ങാൻ. മനസ്സിലാക്കുക, ഞാൻ പോയി കണ്ട പല ആദിവാസി ഫാമിലിയിലും അവർക്കെല്ലാം ട്രാക്ടറുണ്ട്.
അപ്പം ട്രാക്ടർ സ്വന്തമായിട്ട് വെച്ച് കൃഷി ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അവർ സാമ്പത്തികമായിട്ട് മെച്ചമുള്ളവരാണ്. കാരണം ഒരു അവരുടെ സാമ്പത്തികത്തിൻ്റെ സംഭവം ഞാൻ നിങ്ങൾ പറയാം. അപ്പം നിങ്ങൾക്ക് അതും കൂടെ പറയുമ്പോഴാണ് ഇത് കറക്റ്റായിട്ട് പിടികിട്ടാൻ പോകുന്നത്. എന്താണ് ഈ ബസ്തറിലെ ഈ ദണ്ഡകാരണ്യ ആ റീജിയനിലെ ആദിവാസികൾ പൊതുവെ ചെയ്യുന്ന കാര്യം മനസ്സിലാക്കുക. വനപ്രദേശമാണ്, അതോടെ എല്ലായിടത്തും മൗവ എന്ന് പറയുന്ന അവരുടെ ഒരു ട്രഡീഷണൽ ഡ്രിങ്കാണ്. ഇത് വലിയ പ്ലാന്റ്, മാവ് പോലുള്ള വലിയ മരമാണ്. അപ്പം ഇതിൻ്റെ അകത്തുനിന്ന് പുഷ്പങ്ങൾ, അതായത് പൂക്കൾ ഇവരെടുത്ത് കളക്ട് ചെയ്യും. ഈ സാധനം കളക്ട് ചെയ്തിട്ട് ഇതിനെ ഉണക്കാനിട്ടിട്ട് ഇത് പിന്നീട് സ്റ്റോർ ചെയ്യും. ഇത് ഫെർമെൻറ്റൈൻ ചെയ്ത് ഇതാണ് ഇവരുടെ ഡ്രിങ്ക്, ഇതാണ് ഇവരുടെ മദ്യം എന്ന് പറയുന്നത്. പൂക്കൾക്ക് പൈസ കൊടുക്കണ്ട, അതായത് ഈ പറയുന്ന അത് മരത്തിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്ന ആൾക്കാർ പോയി പറക്കിയെടുത്താൽ മതി. ഇഷ്ടം പോലെ ഉണ്ട് അവിടെ, എല്ലായിടത്തും ഈ സാധനമുണ്ട്. അത് കാട്ടിലെ തടി വെച്ചിട്ടാണ് ഇവർ മാറ്റുന്നത്. അപ്പോൾ രാവിലെ മുതൽ തന്നെ, കാരണം ഇതിന് 5 പൈസ വിലയില്ല, അവരാ മെനക്കെടുന്ന സംഭവമുള്ള രാവിലെ മുതൽ തന്നെ ഈ മൗവായി അടിച്ചുകൊണ്ട് നടക്കുക. ഇതായിരുന്നു ഇവരുടെ ജീവിതം എന്ന് പറയുന്നത്. ആ വനത്തിൻ്റെ അകത്തും ആ റോഡ് സൈഡിലും മുഴുവനും ഈ കഞ്ചാവ് ചെടിയുണ്ട്. ഈ പറയുന്ന മൗവ കഴിക്കുക, അതായത് മദ്യം കഴിക്കുക, ലോക്കൽ മദ്യം കഴിക്കുക ഫ്രീ ആണ്. അതേപോലെ കഞ്ചാവ് അത് അവിടെ എല്ലായിടത്തും ഉണ്ട്, അത് അടിക്കുക. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന ഒരു കമ്മ്യൂണിറ്റിക്കകത്തോട്ടാണ് ഈ ക്രിസ്ത്യൻ മിഷണറി കയറി വരുന്നത്. ഇതാണ് അതിൻ്റെ അകത്ത് മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ അവർ വന്ന് ഈ പുതിയ രീതിയിലുള്ള കൃഷി രീതിയും ഗവൺമെൻറ്റിൻ്റെ സബ്സിഡിയും സ്റ്റേറ്റ് സബ്സിഡി ഇതൊക്കെ ഇവരെ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുത്തു. അപ്പം ഈ ഇൻ്റർവ്യൂ കാണുക, ചമ്പ എന്ന് പറയുന്ന അവിടുത്തെ പഴയ സർപ്പഞ്ചാണ്. അയാൾ ക്രിസ്ത്യനായി. അപ്പം അയാൾക്ക് മുകളിൽ ഭയങ്കരമായിട്ട് പ്രഷറാണ് അയാളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി. കാരണം വലിയ സ്വാധീനമുള്ള മനുഷ്യനാണ്, കാരണം അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു മുൻ. പക്ഷെ ആ വില്ലേജിനകത്ത് ഉണ്ട സംഭവം എന്ന് പറയുന്നത്, ഇയാളുടെ ആ ഭാഗത്ത് അവിടെ മഹാഭൂരിപക്ഷം ഏറ്റവും കൂടുതൽ ക്രൈസ്തവരാണ്. കാരണം ഇയാളെ തിരിച്ച് ഹിന്ദു ആയി കഴിഞ്ഞാൽ അവിടെ ഉള്ളവരെല്ലാം തിരിച്ച് ഹിന്ദു ആവുന്നുള്ള ധാരണയിൽ ഇയാളെ ഭയങ്കര പ്രഷറായി. അവസാനം ഒരു ബീഫ്, അതായത് പശുവിൻ്റെ ഇറച്ചി കഴിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾക്കെതിരെ കള്ളക്കേസ് എടുക്കുന്നു. എന്നിട്ട് ഇയാളെ 3 മാസം കൊണ്ട് ജയിലിലടിച്ചു. അയാളുടെ ആ ഇൻ്റർവ്യൂ നിങ്ങൾ കാണാം. ഇപ്പം ഞാനിരിക്കുന്ന ഗാർഡ്, GARD, ഗാർഡ് എന്ന് പറഞ്ഞൊരു വില്ലേജിലാണ്. അതായത് കങ്കർ ജില്ലയിലുള്ള ഒരു വില്ലേജിലാണ്. ഈ വില്ലേജിൻ്റെ പ്രത്യേകത, ഈ പഞ്ചായത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് മസി സമാജാണ്, ക്രൈസ്തവ വിശ്വാസികളാണ്. അപ്പം ഇവിടുത്തെ മുമ്പ് ഇവിടുത്തെ സർപ്പഞ്ചായിരുന്നു ഈ ഇരിക്കുന്ന ചമ്പയെ കഴിഞ്ഞ 3 മാസം മുമ്പ് ഒരു കള്ളക്കേസ് എടുത്തിട്ട്, ബീഫുമായിട്ട് കേസെടുത്തിട്ട് ജയിലിലൊക്കെ അടച്ചു. ഇവിടെയുള്ള മറ്റുള്ള കൂട്ടർ അറിയാവില്ല ഞാൻ എന്തോ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ചെമ്പയുണ്ട്, ചില കാര്യങ്ങൾ ഞാൻ ഈ ചോദിക്കുന്നത് ഹിന്ദിയിലായിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്തെ പൂർണ്ണമായിട്ട് ഇവർ ഈ ട്രൈബൽ ലാംഗ്വേജ് ആണ് അറിയുന്നത്. അപ്പോൾ അതിനെപ്പറ്റി അറിയപ്പം ജാവേദിന് ആ കാര്യങ്ങൾ അറിയപ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ജാവേദും കൊണ്ടിരിക്കുന്നത്. चंबा जी, आप मसीह समाज पे है? जी सर। आप कितना साल से मसीह समाज? मैं लगभग 20 साल हो रहा है सर। ഇദ്ദേഹം ക്രൈസ്തവ വിശ്വാസിയാണ്. 20 വർഷം കൊണ്ട് ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ കുടുംബം, അവർ ആൾക്കാർ ഇരിപ്പുണ്ട്, അവരെ കാണിക്കാം. ഇവരെല്ലാം ഈ പറയുന്ന ആൾക്കാരെല്ലാം ക്രൈസ്തവ വിശ്വാസികളാണ് ഈ വില്ലേജിൽ. अभी क्या चैलेंज आपको इश्यू क्या है इधर? यीशु, हम लोग यीशु को मानते हैं। हम लोग यीशु आपको वापस आने के लिए बोल रहे हैं, लेकिन हम लोग का के लिए वापस हो जाएंगे। हमको सुखी मिला वहाँ पर, अच्छा से हमको मतलब शिक्षा मिला वहाँ पर, हम लोग ये तो. ഇദ്ദേഹം പറയുന്നത് 20 വർഷം കൊണ്ട് അദ്ദേഹം ഒരു ക്രൈസ്തവ വിശ്വാസിയാണ് ഇരിക്കുന്നവരൊക്കെ. അപ്പോൾ അതിനകത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ജീവിതത്തിൽ പല നല്ല സാഹചര്യങ്ങളുണ്ടായി, അവർക്ക് വിദ്യാഭ്യാസം കിട്ടി. അതുകൊണ്ട് അവർ തിരിച്ചു പോകാൻ തയ്യാറല്ല. इसका कारण से इधर झगड़ा हुआ था? हाँ, झगड़ा इसके बारे में ना बहुत सताव हो रहा है हमारे छत्तीसगढ़ में। क्यों तुम लोग मसीह में जा रहे हो, वापस हो जाओ करके बोल रहे हैं। हमको अच्छा लगा तो हम लोग गए, है कि नहीं भाई? गांव वाले लोग जिसको पसंद है वहाँ जाना चाहिए, है कि नहीं? किसी को हम लोग ज़बरदस्ती नहीं ले जाते। हम लोग भाई अपना अपनी इच्छा, अपना अपना आस्था से हम लोग गए, हम लोग चर्च में।
अभी आपका बेटा बेटी वो क्या कर रहे हैं अभी? बेटा बेटी लोग पढ़ाई कर रहे हैं। आप लोग इधर लोग मसीह लोग पे आने के बाद आपका दारू वगैरह सबको छोड़ दिया? हाँ, हम लोग छोड़ दिए, वहाँ गए तो हम लोग पूरा नशा चीज हमको पूरा ही छोड़ दिया हम लोग। നശ നെയ്യ് नशा ധാരു नहीं, നെയ്യ് दारू കുച്ച് नहीं, भी कुछ नहीं। അതായത് ഇവര് ക്രൈസ്തവ വിശ്വാസത്തിൽ വന്ന ശേഷം ഇവർക്ക് സാമ്പത്തികമായ നല്ല ലാഭം ഉണ്ടായി, അവരുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റം ഉണ്ടായി. അവർ മദ്യം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു, അതേപോലെ മയക്കുമരുന്ന് അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു. അവരുടെ ലൈഫിന് ഒരു ലൈഫ് സ്റ്റൈലും മീനിങ്ങും ഉണ്ടായി. इसके बाद ये शिक्षा मिल गया, एजुकेशन मिल गया. जी जी जी। क्या शिक्षा मिल गया आप लोग? शिक्षा वहाँ हम लोग ना, वहाँ जाके ये शिक्षा मिला कि ये इस गुराकू तंबाकू नशा ये चीज नहीं करना है करके वो बाइबल में लिखा है ना, वही हिसाब से हम लोग भी विश्वास किए हम लोग। അപ്പം ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന് മറ്റുള്ള എഡ്യൂക്കേഷൻ ശിക്ഷ എന്ന് പറയുന്നത് ഈ ചർച്ചിൽ പോയും ബൈബിൾ വായിച്ചും കിട്ടിയത് ഈ പറയുന്ന മയക്കുമരുന്നാണെങ്കിലും മദ്യമാണെങ്കിലും ഈ സാധനങ്ങളെല്ലാം അവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാരും പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു. അപ്പം അതിനകത്തു നിന്ന് ഇവർക്ക് വലിയ നേട്ടമുണ്ടായി. और लोग में मिला था, हम दोनों जाके मिला था, ये चंगाई मिला, ये हीलिंग वो क्या है भाई? चंगाई, मैं तो सर बहुत साल बीमार था। मेरा जो मानसिक बेकार था, मैं तो इस जगह में मैं रहने भी नहीं था, मैं ऐसे टाइप का था मैं। लेकिन ना जब मैं मसीह में गया तो मेरे को वहाँ चंगाई मिला, अच्छा हुआ। तो मेरे हिसाब से ना पूरा क्षेत्र भी जानता है अच्छा अच्छा से गुनी बैगा जो करते हैं ना हमारे बस्तर में, उन लोग भी थक गए मेरे हिसाब में। उन लोग कितने बकरा काटे, जो भी मुर्गा काटे, लेकिन चंगा ही नहीं पाया मैं। तो मैं ഇദ്ദേഹം പറയുന്നത് ചങ്കായി എന്ന് പറയുന്നത് ഹിന്ദി പറയുമ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഹീലിംഗ് എന്ന്, അതായത് വലിയ രീതിയിലുള്ള മിറക്കിൾ നടന്നു. ഇപ്പം ഇദ്ദേഹത്തിന് വളരെയധികം അസുഖങ്ങളുണ്ടായിരുന്നു. അപ്പം ഇദ്ദേഹം ബസ്തറിലെ ഏരിയയിലാണ് നമ്മളിപ്പം ഉള്ളത്. അതായത് മനസ്സിലാക്കുക, ഇത് നക്സൽ ഹോട്ട് ബെഡാണ്. ഇതിനെപ്പറ്റിയാണ് ഒരിക്കൽ നമ്മുടെ സെൻകുമാർ പറഞ്ഞ് ഈ നക്സൽ ബെൽറ്റിൽ എങ്ങനെയാണ് ക്രിസ്ത്യാനികൾ പോയത്. അപ്പം ബേസിക്കലി അയാൾക്ക് ഇതിനെപ്പറ്റി ഒരു കുന്തവും അറിയത്തില്ല. അതായത് ഞാൻ ഈ പറയുന്ന ഈ സ്ഥലം, അതായത് നക്സലുകാർ ഭരിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. അവിടുന്ന് നക്സൽ മാറാനുണ്ടായ കാരണമെന്ന് പറയുന്നത് ഈ ബേസിക്കലി ക്രിസ്ത്യൻ മിഷണറി വർക്കാണ്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അതിനുശേഷമാണ് നക്സൽ ഗ്രാജുവലി ആയിട്ട് അപ്പോൾ ഇദ്ദേഹം പറയുന്നത്, ചെമ്പ പറയുന്നത്, ഈ ഇദ്ദേഹത്തിൻ്റെ ഈ അസുഖങ്ങൾ കാരണം ഈ ബസ്തറിലുള്ള ഗവൺമെൻറ് ആശുപത്രികളിൽ എഴുതി മടുത്തു. അവസാനം ഇദ്ദേഹം ഈ പറയുന്ന ക്രിസ്ത്യൻ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് വലിയ രീതിയിൽ ഹീലിംഗ് ഉണ്ടായി. അപ്പം അതായത് വലിയ രീതിയിൽ മിറക്കളുണ്ടായി, അദ്ദേഹത്തിൻ്റെ അസുഖങ്ങളെല്ലാം മാറി. അതുകൊണ്ടാണ് അദ്ദേഹം ക്രിസ്ത്യൻ വിശ്വാസത്തിൽ വന്നത്. आपका बेटा बेटी और वाइफ क्या काम करता है? खेती किसानी पूरे आप लोग खेती करते हैं? आप लोग भी खेती करते हैं? खेती खेती करता है. अब खेती आप लोग पढ़ाई भी कर रहे हैं आपके घर पे? हाँ पढ़ाई भी हो रहा है ना? हाँ। अब ये पढ़ाई, इसके लिए ये मसीह समाज ने क्या हेल्प करता है आप लोगों को? मसीह समाज ने हेल्प कुछ नहीं करता, करने के लिए हम लोग जा रहे हैं अच्छा से। मतलब बच्चों के लिए तो स्कूल खुला है, बच्चों को तो भेज रहे हैं स्कूल, है कि नहीं? लेकिन वहाँ जाने से ना हमको अच्छा शांति मिलता है। वहाँ जाने में, चर्च में जाने पे शांति मिलता है। समाज तो एक झुंड होके ही जाना पड़ता है कि नहीं? अपने अपने जो बीमार में है उन्हीं लोग वहाँ पर चलते हैं, दूसरा लोग तो नहीं जाते वहाँ पे। तो चंबा भाई, मैं एक बात बोल रहे, ये इधर पहले नक्सल एरिया था जी। वो नक्सल एरिया टाइम पे भी ये मसीह समाज इधर आके काम करता था? मसीह समाज ना नक्सल से मिलती जुलती नहीं है। हाँ। फालतू लोग अभी जो भ्रम फैला रहे हैं नक्सली के साथ इन लोग हैं करके, भाई हम लोग नक्सली के साथ हम लोग काय के लिए रहेंगे भाई? हमारे परिवार में उन्हीं लोग हत्या भी कर दिए हैं वहाँ, यहाँ गांव में। हमारे खुद मेरा मामा को, मेरा कुछ महना भैया को खत्म कर दिए, तो काय के लिए उनको दोस्ती हम लोग ചെമ്പ പറയുന്നത് ഇപ്പം നക്സലുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ ഹിന്ദുറ്റ അവർ പറയുന്ന സാധനമാണ് ഇവിടെയുള്ള ക്രൈസ്തവർ നക്സലുമായിട്ട് ബന്ധം. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ മാമ, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ, ഇവരെയൊക്കെ നക്സലുകാർ ഇവിടെ വന്ന് അതായത് ഈ നമ്മളിരിക്കുന്ന വീടിനടുത്ത് വന്ന് കൊലപാതകം ചെയ്തിട്ടുണ്ട്. അത് അത്രമാത്രം ക്രൂരമായിരുന്നു നക്സലൈറ്റ് ഇവിടെ. അപ്പം നക്സലുമായിട്ട് ഇവർക്കൊന്നും ബന്ധമില്ല. പക്ഷേ ഇവർക്ക് മസീഹ് സമാജ്, അതായത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുമായിട്ടും ഇവിടുത്തെ ചർച്ചുമായിട്ടും നല്ല ബന്ധമുണ്ട്. ആ രീതിയിലാണ് അവർക്ക് പോകുവാൻ സാധിക്കുന്നത്. अब बोलो, अब एक और क्वेश्चन मैं पूछेगा,
इनका ये क्या सोच रहे हैं आगे कैसे जाने के लिए? जब अब ये बताओ, मतलब जैसे कि अभी विरोध हो रहा है गांव गांव में आप लोगों जी का, जी जी। तो आगे क्या सोच रहे हो कि मसीह समाज में रह के और आगे बढ़ना है आप लोग को, हाँ, या फिर वापस मूल धर्म में जाना है? क्या नहीं नहीं जाना है हमको। जैसे हम लोग काय के लिए जाएंगे भैया? अब यहाँ हमको चंगाई मिला, अच्छा हो गया, तो हम लोग काय के लिए वापस हो जाएंगे? चंगाई मिला तो हम मसीह समाज में जाएंगे। हम लोग मरेंगे, जिएंगे, काटेंगे, कुछ भी करें, लेकिन हम लोग छोड़ेंगे नहीं। അപ്പം ഇദ്ദേഹം പറയുന്ന ഒരു കാരണം, ഇപ്പം ജാവേദ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അവർ തിരിച്ചു പോകാൻ, അവർ ഒരു കാരണവശാലും തിരിച്ചു പോകാൻ തയ്യാറില്ല. അവർ ഇതിൽ തന്നെ നിന്ന് മുന്നോട്ട് പോയിട്ട് മരിക്കാൻ വേണ്ടിയാണ് അതായത് ജീവിതാവസാനം വരെ ഇതിനകത്ത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കകത്ത് നിന്ന് മരിക്കുവാൻ വേണ്ടി അവരുടെ ലൈഫ് പോലും അതിനു വേണ്ടിയാണ്, അല്ലാതെ അവർക്ക് തിരിച്ചു പോകാനുള്ള ഒരു താല്പര്യവുമില്ല. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. അപ്പോൾ ആ ഇൻ്റർവ്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഞാൻ ഇതിൻ്റെ അത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇതിനകത്ത് അപ്പോൾ അയാളൊന്നും ജീവിതത്തിൽ പോലെയുള്ള തിരിച്ചു പോകത്തില്ല. അയാൾ പറയുന്നത് തിരിച്ചെന്തിനാണ് ഞാൻ പോകുന്നത്? ഇത് ഞാൻ പല ആൾക്കാരും ഈ ഘർവാപ്പസി കൊണ്ട് കുറച്ച് ആൾക്കാരെ കണ്ടു തിരിച്ചു പോയവർ, അവർ തിരിച്ചിങ്ങി വന്നു. ഇത്രയും ഉണ്ടായിട്ടുള്ള അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, തിരിച്ച് അങ്ങോട്ട് പോയിട്ട് അവിടെ എന്താ കിട്ടാനുള്ളത്? ഈ പറയുന്ന പഴയ രീതിയിലോട്ടും മൗവായും ഈ പറയുന്ന കഞ്ചാവും നശ ഈ സാധനത്തിലോട്ട് അവർ പോകണം. അപ്പം അവസാനം ഞാൻ ഈ വീഡിയോ ചെയ്യേണ്ട അവസാനം ഈ പറയുന്ന ഈ ആദിവാസിയുടെ വീടിൻ്റെ അകം ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പം ആ കാണുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ആ വീടിൻ്റെ അച്ചടക്കം എന്തുവാണ്, എത്ര ക്ലീൻ ആൻഡ് നീറ്റായിട്ട് അവരുടെ കിച്ചൺ ആണെങ്കിലും റൂമാണെങ്കിലും അവർ വെച്ചിരിക്കുന്നത്. നേരത്തെ ഇങ്ങനെയല്ല, കാരണം ഇവർക്ക് ഈ പരിപാടിയൊന്നുമില്ല. ഇവർക്കൊന്നും ടോയ്ലറ്റ് ഇല്ലായിരുന്നു. ഈ ചെമ്പാന്ത വീട് ടോയ്ലറ്റ്, ഇവർ ക്രിസ്ത്യൻ കൺവേർട്ട് ആയവർക്ക് എല്ലാവരുടെ വീടുകളിലും ടോയ്ലറ്റ് ഉണ്ട്. മറ്റുള്ളവരിന്നും ഉപയോഗിക്കുന്ന ഈ പറയുന്ന പറമ്പിലൊക്കെയാണ് സംഭവം നടത്തുന്നത്. ഇതാണ് അവിടെ ഉണ്ടായ ലൈഫ് സ്റ്റൈലിലെ മാറ്റം. അതായത് വീണ്ടും ഞാൻ പറയുന്നത്, ഘർവാപ്പസി പൊളിഞ്ഞ് നാശമായതിൻ്റെ കാര്യം എന്ത്? കാരണം ബേസിക്കലി അതിനകത്തോട്ട് പോയിട്ട് പ്രയോജനമൊന്നുമില്ല. അപ്പം ഘർവാപ്പസിക്ക് വരുന്ന ഈ പറയുന്ന നേരത്തെ വനവാസ് കല്യാണം എന്നും പറഞ്ഞുകൊണ്ട് RSSൻ്റെ ഒരു സംഘടന ഉണ്ടായിരുന്നു, അത് പൊളിഞ്ഞ് നാശമായിപ്പോയി. അത് കഴിഞ്ഞ് ഘർവാപ്പസിയുടെ പേര് മാറ്റി ഗായത്രി എന്നാക്കി. ഈ സംഭവങ്ങളൊന്നും അവിടെ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. അതിൻ്റെ ഫ്രസ്ട്രേഷൻ കൊണ്ടാണ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാൻ തിവോഡ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ ഒരു ഗ്രാമത്തിൻ്റെ കാര്യം ഞാൻ അടുത്ത വീഡിയോ കാണിക്കാം. എന്തുകൊണ്ടാണ് ഈ പള്ളികൾ തകർത്തത്? അതായത് അതിഭയങ്കരമായിട്ടുള്ള ക്രിസ്ത്യൻ പെനട്രേഷൻ നടന്നിരിക്കുകയാണ്. ഈ RSSനെയും BJPയെയും ഈ സംഘപരിവാറിനെ കൊണ്ട് നോക്കിയാൽ അവിടെ ഒരു പുല്ലും നടക്കാൻ പറ്റത്തില്ല. പല വില്ലേജുകളിൽ ഇവർ ഭൂരിപക്ഷമായി കഴിഞ്ഞു. ഇവരുടെ ജീവിത രീതി മാറി, ഇവരുടെ സാമ്പത്തികം മെച്ചമായി, ഇവർ പറയുന്ന അവരുടെ അസുഖങ്ങളെല്ലാം മാറി, അവർക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിറ്റി ഉണ്ട്, അവരുടെ കാര്യങ്ങൾ നോക്കാൻ സംഭവമുണ്ട്. മനസ്സിലാക്കുക, അവിടെ ഈ പാസ്റ്റർ എന്ന് പറയുന്ന ആൾ സൂപ്പർ പവറാണ്. കാരണം അയാൾ പറയുന്ന പോലെയാണ് ഗ്രാമം ചലിക്കുന്നത്. കാരണം ഈ ചർച്ചുകാരെല്ലാം പോകുന്നത് ഇഷ്ടം പോലെ ഹൗസ് ചർച്ചുകളാണ്. അപ്പം ഈ ഘർവാപ്പസി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ബസ്തറിൽ പൊളിഞ്ഞു പോയി. അതിൻ്റെ ഫ്രസ്ട്രേഷനാണ് ഈ സംഘപരിവാർ കാണിക്കുന്നത്. അപ്പം ആദ്യം ഇവിടെ സംഘപരിവാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ കാല് കഴുകി ബ്രാഹ്മണൻ്റെ കാല് കഴുകി കുടിക്കുന്നതല്ല ഘർവാപ്പസി. ഒരാൾ വരുന്നുണ്ടെങ്കിൽ അവനെ ട്രീറ്റ് ചെയ്യാനും അവനെ സസ്റ്റെയിൻ ചെയ്യാനും അവനെ കൂടെ കൊണ്ട് നടക്കാനും ഈ ജാതി മത ചിന്തകളങ്ങ് മാറ്റണം. അല്ലാതെ അപ്പർ കാസ്റ്റിൻ്റെ കാല് വെള്ളം കുടിക്കുന്നതല്ല ഒരു ഹിന്ദു എന്ന് പറയുന്നത്. അത് സംഭവം അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാറ്റണം. അങ്ങനെ ഉള്ളിടത്തോളം കാലം ഇതേപോലെയുള്ള ഉച്ചനീചം സംഭവം ഉള്ളിടത്തോളം കാലം ഒരു കാരണവശാലും ഇവരൊന്നും തിരിച്ച് ഹിന്ദു ആവത്തുമില്ല, ആവാൻ പോകുന്നുമില്ല. ഈ രീതി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിൽ ഹിന്ദു മതത്തിൻ്റെ വിശ്വാസികളുടെ എണ്ണം പോലും പുതിയ ജനറേഷനാണ് ഇത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതായത് ബേസിക് മാറ്റം വരുത്തേണ്ടത് ഹിന്ദു ലൈഫ് സ്റ്റൈലിലാണ്. അതായത് ഇതേപോലെയുള്ള സംഭവങ്ങളെടുത്ത് മാറ്റണം. ഇത് മാറ്റിക്കഴിഞ്ഞാൽ ചില മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഘർവാപ്പസി പൂർണ്ണമായിട്ടും ഛത്തീസ്ഗഡിലും പ്രത്യേകിച്ച് ബസ്തർ മേഖലയിലും പൊളിഞ്ഞ് നാശമായി. ഇപ്പം അതും പറഞ്ഞുകൊണ്ട് ആരെയും അവിടെ കാണാനില്ല എന്നുള്ള വസ്തുത എൻ്റെ ജേർണലിസ്റ്റിക്കൽ അതായത് ഞാൻ നടത്തിയ അന്വേഷണത്തിനകത്ത് അതും എനിക്ക് മനസ്സിലായി.
അവരെ പോലും ഇപ്പോൾ കാണാനില്ല. ഈ രീതിയിലാണ് ബസ്തറിന്റെ ഗർവാപ്പസി പൊളിഞ്ഞ് നാശമായത്.